കൊല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല എന്ന രീതിയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പോക്ക്. കിട്ടിയതൊന്നും പോരാ, ഇനിയും തന്നോളൂ എന്നൊരു ലൈൻ. വെടിനിർത്തൽ കരാർ ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് ലംഘിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. ഇസ്രയേലിന്റെ തെക്കൻ മേഖലകളിലേക്ക് ഹിസ്ബുള്ള ഭീകരർ നുഴഞ്ഞു കയറിയെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും ചേർന്ന വെടിനിർത്തൽ കരാറിൽ ധാരണയായത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇരു രാജ്യങ്ങളിലും കുടുങ്ങിക്കിടന്നവർ അതിർത്തി വഴി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനും ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് ഹിസ്ബുള്ള ഭീകരർ നുഴഞ്ഞു കയറിയിരിക്കുന്നത് എന്നാണ് പ്രതിരോധ സേന അറിയിക്കുന്നത്. ഇരു രാജ്യങ്ങളിലും യാതൊരു പ്രകോപനവും സൃഷ്ടിക്കരുത് എന്നതാണ് കരാറിൽ പറയുന്നത്. ഇതാണ് നുഴഞ്ഞുകയറ്റത്തിലൂടെ ഹിസ്ബുള്ള ലംഘിച്ചിരിക്കുന്നത്. ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തടയാൻ ഇസ്രയേൽ ടാങ്കുകൾ ഉപയോഗിച്ച് പ്രത്യാക്രമണവും നടത്തിയിരുന്നു. ഇസ്രയേലിന്റെ തെക്കൻ പ്രദേശങ്ങളിലെ 6 ഇടങ്ങളിലായാണ് ആക്രമണം ഉണ്ടായത്. മർക്കബ, വസൈനി, ഖർച്ചൌബ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ ടാങ്കുകൾ വിന്യസിച്ചിട്ടുണ്ട്. ബ്ലൂ ലൈനിൽ നിന്നും കേവലം 2 കിലോമീറ്റർ മാത്രം അകലെയായിട്ടാണ് ഈ ടാങ്കുകളുടെ സ്ഥാനം. അതിർത്തിയിൽ ഡ്രോൺ നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നിരന്തര ഇടപെടലിനെ തുടർന്നാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ലെബനൻ ഇസ്രയേൽ അതിർത്തിയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ പ്രകോപനവുമായി ഹിസ്ബുള്ള രംഗത്ത് വരികയായിരുന്നു. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള അംഗങ്ങൾ നുഴഞ്ഞു കയറിയെന്നും വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും ഇസ്രയേൽ ആരോപിക്കുന്നു. നുഴഞ്ഞു കയറ്റക്കാർക്ക് നേരെ ഇസ്രയേലി ടാങ്കുകൾ പ്രത്യാക്രമണവും നടത്തിയിട്ടുണ്ട്. 2 പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം. ബെയ്സാരിയയിലെ ഹിസ്ബുള്ള റോക്കറ്റ് സംഭരണ കേന്ദ്രം ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ തകർത്തു. വെടിനിർത്തലിന് പിന്നാലെ സാധാരണക്കാർ തെക്കൻ ലെബനിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. എന്നാൽ നുഴഞ്ഞു കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ചില മേഖലകളിൽ ഇസ്രയേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലിറ്റാനി നദിക്ക് തെക്ക് വൈകിട്ട് 5 മണി മുതൽ രാവിലെ 7 വരെ കർഫ്യൂ ഏർപ്പെടുത്തി. യുഎസും ഫ്രാൻസും നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഫലമായി ബുധനാഴ്ചയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഹിസ്ബുള്ള തെക്കൻ ലബനീസ് അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ പിന്മാറി ലിറ്റാനി നദിയുടെ വടക്കോട്ട് പോകണമെന്നതാണ് നിബന്ധന. 60 ദിവസത്തിനുള്ളിൽ ഇസ്രയേൽ സൈന്യം തെക്കൻ ലെബനിൽ നിന്ന് പിന്മാറും. അതേസമയം ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 44,330 കടന്നു. ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നത് തടയാൻ സാധ്യമായതെല്ലാം തന്നെ ചെയ്യുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് തുടർന്നാൽ ആണവായുധം വികസിപ്പിക്കാനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ലെബനനുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട സാഹചര്യത്തിൽ ഇറാനിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നെതന്യാഹു വിശദീകരിക്കാൻ തയ്യാറായിട്ടുമില്ല. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇസ്രയേലിന് നേരെ ഇറാൻ 2 തവണ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഹമാസ്, ഹിസ്ബുള്ള നേതാക്കളെയും ഇറാൻ ജനറലിന്റെയും മരണത്തിന് പ്രതികാരമായിട്ടായിരുന്നു ഈ ആക്രമണങ്ങൾ. തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം ആണവ നയത്തിൽ മാറ്റം വരുത്തുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പറഞ്ഞിരുന്നു. യുഎസിൽ ട്രംപ് അധികാരത്തിൽ എത്താനിരിക്കെ ഇറാന് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നിരുന്നു.